പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഖത്തറും ഇറാനും മേഖലയിലെ നിലവിലുള്ള അസ്ഥിരത പരിഹരിക്കുന്നതിനുള്ള പുതിയ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി മധ്യസ്ഥ ചട്ടക്കൂടുകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യവും ചർച്ച ചെയ്തതായി ഖത്തർ സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉന്നതതല സംഭാഷണത്തിനിടെ ഇരു നേതാക്കളും അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ അവലോകനം ചെയ്തു. കൂടാതെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയും ലെബനനിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾക്കൊപ്പം വിലയിരുത്തിയതായി പ്രസ്താവനയിൽ പറയുന്നു. അതിർത്തി കടന്നുള്ള ശത്രുത കൂടുതൽ രൂക്ഷമാകുന്നതിനിടയിൽ തീവ്രത നിയന്ത്രിക്കുന്നതിനും സുരക്ഷയും സ്ഥിരതയും ഏകീകരിക്കുന്നതിനും മേഖലയിൽ ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനും സഹായിക്കുന്ന സമഗ്രമായ ഒരു കരാറിലെത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഖത്തറിന്റെ സ്ഥാപനപരമായ പിന്തുണ ഷെയ്ഖ് മുഹമ്മദ് സ്ഥിരീകരിച്ചു. അതേസമയം പശ്ചിമേഷ്യയിൽ പ്രാദേശിക അതിർത്തി കടന്നുള്ള ശത്രുത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉയർന്ന മൂല്യമുള്ള ഒരു ഇസ്രായേലി സ്ഥാപനത്തെ ലക്ഷ്യമിട്ട് യമൻ സായുധ സേന പുതിയ സൈനിക ആക്രമണം നടത്തിയതായിട്ടും അവകാശപ്പെടുന്നുണ്ട്. അധിനിവേശ ജാഫയിലെ ഒരു ഇസ്രായേലി സെൻസിറ്റീവ് ആസ്തി ആക്രമിച്ചതായി യമൻ സായുധ സേനയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി പ്രഖ്യാപിച്ചതായി ഇറാന്റെ സർക്കാർ നടത്തുന്ന IRNA വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ പ്രധാന വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ട് പുതിയൊരു സൈനിക ആക്രമണം ആരംഭിച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എയ്റോസ്പേസ് ഫോഴ്സ് അറിയിച്ചതോടെ ഈ ബഹുമുഖ അസ്ഥിരത ഗണ്യമായി വർദ്ധിച്ചുവെന്ന് ഇറാന്റെ അർദ്ധ ഔദ്യോഗിക മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷൻ നാസർ എന്ന് നാമകരണം ചെയ്ത സൈനിക ആക്രമണം ഇസ്രായേലിന്റെ ഏറ്റവും നിർണായകമായ 2 വ്യോമ യുദ്ധ കേന്ദ്രങ്ങളായ നെവാറ്റിം ടെൽനോഫ് വ്യോമതാവളങ്ങളിലെ പ്രധാന മേഖലകളെ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുണ്ട്. മെഹർ ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തുടനീളമുള്ള 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇറാനിയൻ റഡാർ സൈറ്റുകളിലും അടുത്തിടെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് നേരിട്ടുള്ള പ്രതികാരമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്ന് അർദ്ധ സൈനിക വിഭാഗം പറഞ്ഞു. പ്രതികാരാക്രമണത്തിന്റെ തുടക്കം വിശദീകരിച്ചുകൊണ്ട് തങ്ങളുടെ എയ്റോസ്പേസ് വിഭാഗം അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടതായി IRGC ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. സർവശക്തനായ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മിനിറ്റുകൾക്ക് മുൻപ് IRGC എയ്റോസ്പേസ് ഫോഴ്സിന്റെ ധീരരായ പോരാളികൾ ഓപ്പറേഷൻ നാസർ ആരംഭിച്ചു. നെവാറ്റിം ടെൽനോഫ് എന്നീ തന്ത്രപ്രധാനമായ വ്യോമതാവളങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ ഒരു പ്രധാന വ്യാവസായിക കേന്ദ്രത്തിനെതിരെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ട വ്യോമാക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഉയർന്ന തോതിലുള്ള ആക്രമണം നടന്നത്. ഇത് അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങളുടെ ആക്രമണാത്മക വികാസത്തെ അടയാളപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രസിദ്ധീകരിച്ച ഒരു ഹ്രസ്വ പ്രവർത്തന അപ്ഡേറ്റിൽ ഇറാനിലെ തന്ത്രപ്രധാനവും ഊർജ്ജ സമ്പന്നവുമായ തീരദേശ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മഖ്ഷഹറിലെ പെട്രോ കെമിക്കൽ സമുച്ചയത്തിലെ നിരവധി ലക്ഷ്യങ്ങൾ ഇസ്രായേൽ വ്യോമസേന അടുത്തിടെ ആക്രമിച്ചതായി സൈനിക ഉപകരണം വെളിപ്പെടുത്തി. ഘടനാപരമായ നാശത്തിന്റെ കൃത്യമായ വ്യാപ്തി സൈനിക കമാൻഡ് ഉടൻ വെളിപ്പെടുത്തിയില്ല. എന്നിരുന്നാലും ബോംബ് നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പങ്കിടുമെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. മധ്യ തെക്കൻ ഇസ്രായേലിൽ ഉടനീളം വ്യോമാക്രമണ സൈറനുകൾ പ്രതിധ്വനിക്കുന്ന വിശാലമായ ഒരു ചലനാത്മക കൈമാറ്റത്തിന് സമീപമാണ് ഈ ലക്ഷ്യമിട്ടുള്ള വ്യാവസായിക കടന്നുകയറ്റങ്ങൾ നടന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വ്യാപകമായ ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ട് വികസിത വ്യോമ പ്രതിരോധ ശൃംഖലകൾ ഭീഷണികളിൽ സജീവമായി ഏർപ്പെടുന്നുണ്ടെന്ന് ഇസ്രായേലി വ്യോമസേന അഭിപ്രായപ്പെട്ടു. കുറച്ചുനാൾ മുൻപ് ഇറാനിൽ നിന്നും ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രദേശത്തേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതായി IDF തിരിച്ചറിഞ്ഞു. ഭീഷണി തടയാൻ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. ആക്രമണങ്ങൾക്കിടെ ഇസ്രായേലിന്റെ ആഭ്യന്തര പ്രതിരോധ സംവിധാനം അടിയന്തര പ്രക്ഷേപണ പ്രോട്ടോകോളുകൾ വേഗത്തിൽ സമാഹരിച്ചു. സിവിലിയൻ ജനതയെ സംരക്ഷിത ഇടങ്ങളിൽ പ്രവേശിക്കാൻ അറിയിക്കുന്നതിനായി ഹോം ഫ്രണ്ട് കമാൻഡ് മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ടൊരു പ്രാഥമിക നിർദ്ദേശം പുറപ്പെടുവിച്ചു. ബാലിസ്റ്റിക് ബോംബാക്രമണത്തിന്റെ യഥാർത്ഥ ആഘാതം സ്ഥലത്തുണ്ടായിരുന്ന ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. അതേസമയം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള വിശാലമായ ഉഭയകക്ഷി കരാറിനെ തടയാൻ നെതന്യാഹുവിന് രാഷ്ട്രീയ സ്വാധീനമുണ്ടാകില്ലെന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മറ്റ് മാർഗമില്ല എന്ന് ആത്മവിശ്വാസത്തോടെ ഉറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.